നമ്മളൊക്കെ കേട്ടതാണ്. ഇവിടെ കേരളത്തിൽ കുറെ ആളുകൾ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോ ഞങ്ങൾ നിർബന്ധിത സാഹചര്യത്തിൽ പറയേണ്ടി വന്നവരാണ് എന്ന്. മുസ്ലിം ലീഗ് അങ്ങനെയായിരുന്നില്ലല്ലോ ഒരു കാലത്ത്. മുസ്ലിം ലീഗ് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുമ്പോ അവിടങ്ങളിലേക്ക് ഓടിച്ചെല്ലുകയും അവിടങ്ങളിൽ ഓടിച്ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്തുകയും ചെയ്യുന്നത് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്തവരാണ്. ഒരു കാലത്ത് മുസ്ലിം ലീഗിന്റെ പൊതുപ്രവർത്തനത്തിലൂടെ SDPIയിലേക്ക് കടന്നു വന്ന വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കറിയാം, ലീഗിന്റെ പച്ചപ്പതാക പിടിച്ച് ഏറെക്കാലം പ്രവർത്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് പാർലമെന്റിന്റെ അകത്ത് മഹാനായ സേഠ് സാഹിബിന്റെയും ഗുലാം മഹമ്മൂദ് ബനാത്വാല സാഹിബും ഒക്കെ രാജ്യത്തിലെ മർദ്ദിത ന്യൂനപക്ഷ മുസ്ലിംകളുടെ വേദനാജനകമായ അനുഭവങ്ങൾ വിശദീകരിച്ച് അവരുടെ മോചനത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ അവരുടെ വാക്കുകളും പ്രസംഗങ്ങളുമായിരുന്നുവെങ്കിൽ ഇന്ന് കേവലം അധികാരം മാത്രമാണ്. ആ അധികാരത്തിന് വേണ്ടി അവർ ചില ഗിമ്മിക്കുകൾ കാണിക്കുകയാണ്. ആത്മാർത്ഥതയോടുകൂടി മർദ്ദിതരുടെ വിഷയം ഏറ്റെടുക്കാൻ, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ, അതിനുവേണ്ടി നിലപാട് പറയാൻ അവർക്കാകുന്നില്ല. അതിന്റെ നേതാക്കന്മാർക്ക് പോലും ആകുന്നില്ല. അവർ കേവലം വോട്ട് രാഷ്ട്രീയത്തിൽ മാത്രം നിൽക്കുകയാണ്. മാത്രവുമല്ല, നമുക്കറിയാം, വോട്ട് രാഷ്ട്രീയത്തിൽ വിജയിച്ചു വരാൻ പാവപ്പെട്ട നിഷ്കളങ്കരായ സത്യവിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെപ്പോലും ആചാരാനുഷ്ഠാനങ്ങളെപ്പോലും അവർ ഒരു പാർട്ടി എന്ന നിലക്ക് വിലക്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ ഈയിടെയായി ഒരു പത്രപ്രവർത്തകൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം നമ്മളൊക്കെ സോഷ്യൽ മീഡിയ വഴി കണ്ടവരാണ്, കേട്ടവരാണ്. അദ്ദേഹം ചോദിക്കുന്നത്, മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാർ തങ്ങളുടെ പ്രസംഗത്തിൽ സ്വർഗവും നരകവും അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം ആവർത്തിച്ച പത്രപ്രവർത്തകൻ ചോദിക്കുന്നതിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി, അതൊരു ആവേശപ്പുറത്ത് ഓരോ പ്രസംഗകന്മാര് പറഞ്ഞു പോകുന്ന കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേ വ്യക്തിയാണ്, പ്രിയമുള്ളവരെ, നമുക്കറിയാം, അർശിന്റെ തണലിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. മുസ്ലിം ലീഗിന്റെ പച്ചപ്പതാക പിടിച്ചാൽ ആ പച്ചപ്പതാക പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ അർശിന്റെ തണൽ വരെ ലഭിക്കും. അർശിന്റെ തണൽ കിട്ടുന്ന ഏതാണ്ട് 7 ആളുകളെ എണ്ണി പറഞ്ഞിട്ടുണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെ എവിടെയും അർശിന്റെ തണൽ കിട്ടുന്ന പച്ചക്കൊടി ഉടിച്ചതിനെ കുറിച്ച് ഒരു ഹദീസ് വ്യാഖ്യാതാക്കളോ ഒരു ഹദീസിന്റെ പണ്ഡിതന്മാരോ പറഞ്ഞതായി ഞാൻ പഠിച്ച കിതാബുകളിലോ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോ ഇല്ല. അതിന്റെ അടുക്കാണ് ഈ പ്രവാചക പരമ്പരയിൽ ജനിച്ചിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ 8ാമതൊരാളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്നത് അർശിന്റെ തണൽ ലഭിക്കുന്നത് പച്ചപ്പതാക പിടിക്കുന്നവരാണ് എന്ന്. പള്ളിയുമായി ഹൃദയബന്ധം സ്ഥാപിച്ചവൻ, പരസ്പരം സ്നേഹിച്ചിട്ടുള്ള 2 വിശ്വാസികൾ, ഇവർക്കൊക്കെ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പച്ചപ്പതാക പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അർശിന്റെ തണൽ വരെ ഈ മനുഷ്യൻ പ്രസംഗിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹമാണ് പറയുന്നത്, ഒരു ആവേശപ്പുറത്ത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടാവാം, ആ ആളുകളിൽ ഒരു പ്രധാന ഫുലാൻ ഈ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള കേവലം രാഷ്ട്രീയ ബോധം പോലും ഇല്ലാതെ ആയിരിക്കുന്നു ഇവർക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വർഗവും നരകവും. മറ്റൊരു ദേശീയ നേതാവ്, ദേശീയ സെക്രട്ടറി, മുൻ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി പറയുന്നത്, മുസ്ലിം ലീഗിന്റെ അംഗത്വം എടുത്തുകൊണ്ട് നിങ്ങൾ നേരെ തിരിഞ്ഞൊന്ന് നടന്നാൽ സ്വർഗത്തിലേക്ക് പോകുമെന്നാണ്. സ്വർഗവും സിറാത്ത് പാലവും നരകവും മറ്റുമൊക്കെ പറഞ്ഞ് ആളുകളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് മലപ്പുറത്തെ രാഷ്ട്രീയ മുതലാളിയായ കുഞ്ഞാലിക്കുട്ടിമാരെ പോലെയുള്ളവർക്ക് അവരുടെ അധികാര രാഷ്ട്രീയം അരക്കിട്ടുറപ്പിക്കാൻ, അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങളും വളർത്തിയെടുക്കാൻ, വലുതാക്കാൻ, സാമ്രാജ്യമാക്കി മാറ്റാൻ ഈ രാജ്യത്തിലെ മതവിശ്വാസികളുടെ വിശ്വാസത്തെയും അവരുടെ വോട്ടുകളെയും ഇവർ ഉപയോഗപ്പെടുത്തുന്നു എന്നല്ലാതെ ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി, മുസ്ലിംകൾക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുസ്ലിം ലീഗ് ഇടപെട്ടു എന്ന് നമുക്ക് സമീപകാല സാഹചര്യത്തിലൊന്നും കാണാൻ കഴിയില്ല. എന്താണോ ഈ രാജ്യത്ത് ഫാസിസ്റ്റുകൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതേ വാക്കുകൾ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദം, ചില ആളുകൾ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നു, ചില സംഘടനകളെയാണ്
ബിജെപിയും RSSും മൊത്തം മുസ്ലിംകളെ തീവ്രവാദികളാക്കി വിഘടനവാദികളാക്കി ചിത്രീകരിക്കുമ്പോ മറ്റുള്ള മതേതര പാർട്ടികൾ ചില സംഘടനയിലെ മുസ്ലിം മുസ്ലിംകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില മുസ്ലിം സംഘടനകളെ ചില രാഷ്ട്രീയ പാർട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ടും ഒരേ തൂവൽ പ്രത്യയശാസ്ത്രങ്ങളാണ് വെച്ചു പുലർത്തുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായ കാര്യങ്ങൾ ഒരു